നമസ്കാരം, ഞാൻ ആര്യ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും. അപ്പോൾ അറിയാമല്ലോ, ഞാനിപ്പോൾ ഇവിടെ UAE-ലാണുള്ളത്. വെക്കേഷന് വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോസിലും ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എനിക്ക് വളരെയധികം ഇവിടെ എത്തിയപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നിയ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് അത്യാവശ്യം വേണ്ടത് മാത്രമേ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ. കാരണം 2 മാസത്തേക്ക് വരുമ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും എന്താ പറയുക, ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, ഇപ്പോൾ പുറത്ത് പോകുമ്പോഴാണേലും ഞാൻ യൂസ് ചെയ്യുന്നത് മാത്രം, അല്ലാണ്ട് വീഡിയോ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് മാത്രം വാങ്ങി വെച്ചിട്ടുള്ളതൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അത്യാവശ്യം, വളരെ അത്യാവശ്യം വേണ്ടത് മാത്രം. അപ്പോൾ അതിൽ തന്നെ കുറച്ച് പ്രോഡക്ട്സ്, അത് മേക്കപ്പ് അല്ല കേട്ടോ, അല്ലാണ്ട് എനിക്കിവിടെ വന്നപ്പോൾ എനിക്കൊത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നിയ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്ന് കാണിക്കുന്ന പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ആമസോണിൽ ഇപ്പോൾ സെയിലുണ്ട്, അപ്പോൾ സെയിൽ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കാം. ഓക്കെ, കുറേ പ്രോഡക്ട്സിനൊക്കെ നല്ല ഡിസ്കൗണ്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ വന്ന സമയത്ത് അറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒട്ടുക്കത്തെ ചൂടാണ്, ഒരു രക്ഷയില്ല എന്നാണ് നാട്ടിൽ നിന്ന് ആരെ വിളിച്ചാലും മെസ്സേജ് ചെയ്താലും എല്ലാവർക്കും ഇതേ പറയാനുള്ളൂ. ന്യൂസിലും കാണുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് വന്നതിന് ഇപ്പോൾ 20 ദിവസമായി ഞാൻ വന്നിട്ട്. ഓക്കെ, അപ്പോൾ അതിന്നൊക്കെ ഒത്തിരി മാറി. ഭയങ്കര ചൂടാണ്. ഞാൻ വരുന്ന ആ ഒരു സമയം പോലെ അല്ല. അവിടെ നിന്ന് എനിക്കിവിടെ വന്നപ്പോൾ എനിക്ക് നല്ല സുഖമായിരുന്നു. കാരണം ഇവിടെ എനിക്ക് ഇവിടുത്തെ വിൻ്റർ ഓൾമോസ്റ്റ് കഴിയാറായ ആ ഒരു സമയത്താണ് ഞാൻ വരുന്നതെങ്കിൽ പോലും നാട്ടിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു UAE-ലെ മഴ. അതും നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും വെതർ നന്നായിട്ട് മാറി, നല്ല തണുപ്പൊക്കെ ആയിരുന്നു ആ സമയത്ത്. സ്കിന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ. ആദ്യം വന്ന കുറച്ച് ദിവസം നമുക്ക് ഈ ഒരു വെതറായിട്ടും അതുപോലെ ഇവിടുത്തെ വെള്ളം മൊത്തത്തിൽ ഒന്ന് സെറ്റാകാനായിട്ടൊരു ടൈം എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആദ്യത്തെ കുറച്ച് നാൾ നല്ല പോലെ സ്ട്രഗിൾ ചെയ്തു. ഇപ്പം പിന്നെ ആക്നിയൊക്കെ അത്യാവശ്യം നല്ല പോലെ കൂടിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന വലുതൊക്കെ പീരീഡ്സിൻ്റെ സിംറ്റംസ് ആണ് കേട്ടോ. അത് നോക്കണ്ട. പക്ഷെ അല്ലാണ്ട് നോക്കുകയാണെങ്കിലും നാട്ടിൽ നിന്ന് വരുന്ന നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഡ്രൈനെസ് ഉണ്ടായിരുന്നു സ്കിന്നിൽ. അപ്പോൾ ആ സമയത്തൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൈയും കാലും ഒക്കെ സ്കിന്നിങ്ങനെ ഇളകി ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിലൊന്നും നിൽക്കാണ്ടായപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു ഷിയ ബട്ടർ. ഓക്കെ, ഇത് ആക്ച്വലി നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ആമസോണിലുണ്ട്, ഞാൻ ലിങ്ക് കൊടുക്കാം. കുദ്രത്സ എന്ന് പറഞ്ഞിട്ട്, എനിക്ക് അറിയില്ല എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്ന്. ആഫ്രിക്കൻ ഷിയ ബട്ടറാണ്, 100 ml. ഇത് റോ ആൻഡ് അൺറിഫൈൻഡ് ആണ് കേട്ടോ. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പാക്കേജിംഗ് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇത്രയാണ് വരുന്നത്. ഓക്കെ, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ. അതെ, ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ കയ്യിലെടുത്തപ്പോൾ ചില ആയുർവേദിക് പ്രോഡക്ട്സിൻ്റെയൊക്കെ ഒരു സ്മെല്ലില്ലേ, അതുപോലത്തെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഡ്രൈ സ്കിന്നിന് ഞാനിത് ബോഡിയിലാണ് യൂസ് ചെയ്തത് കേട്ടോ, വേറെ ഫേസിൽ യൂസ് ചെയ്തില്ല. കയ്യിലും കാലിലൊക്കെ എനിക്ക് യൂസ് ചെയ്തപ്പോൾ നല്ല എന്താ പറയുക, നല്ല ഡിഫറൻസ് ഫീൽ ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ച് വിൻ്റർ ടൈമിലൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
അപ്പോൾ ഓക്കെ, നിങ്ങളിത് പേര് നോക്കി വെച്ചോളൂ, ഞാൻ ലിങ്ക് കൊടുക്കാം. ഇനി അടുത്ത കാണിക്കാനുള്ളത് നമ്മുടെ സ്വന്തം ലാക്റ്റിക് ആസിഡ് ലോഷനാണ്. നമ്മുടെ സ്കിന്ന് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലമാറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ഫേസിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഫേസ് ലോഷനാണ്. ഓക്കെ, ഇത് തന്നെ ബോഡി ലോഷനും ഉണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ ഒരു കണ്ടീഷനിലൊക്കെ ഇരിക്കുമ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതും എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. ഇത് ഫോർ ഓയിലി സ്കിന്നാണ്, ഡ്രൈ സ്കിന്നുള്ളതും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് ഹെയർ കെയർ പ്രോഡക്റ്റ്സ് ആണ്. അതിൽ തന്നെ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ. ഞാൻ ഇതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കറിയാം ഇവിടുത്തെ വെള്ളവും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് തന്നെയാണ്. അതിൻ്റെ തന്നെ ഞാൻ പുതിയത് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. മെട്രിക്സിൻ്റെ ഈ സ്മൂത്ത് ആൻഡ് സ്ട്രെയിറ്റ് ഈ ഒരു റേഞ്ചിൽ വരുന്ന ഈ ഒരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കാരണം ഭയങ്കര ഡ്രൈ ആക്കുന്നുണ്ട് ഹെയർ ഇവിടുത്തെ വെള്ളം യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചുകൂടിയൊക്കെ ഒന്ന് നമുക്ക് മാനേജബിൾ ആക്കിയത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ വെള്ളത്തിന് ഇത് വലിയ കുഴപ്പമില്ലാത്തൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനിതാണ് കൊണ്ടുവന്നത്. കുഴപ്പമില്ല കേട്ടോ, കാരണം അത്യാവശ്യം ഒന്ന് മാനേജബിൾ ആക്കി വെക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ മെട്രിക്സിൻ്റെ ഈ ഒരു റേഞ്ച്. അപ്പോൾ ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ്, ഇതില്ലാണ്ട് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ വന്നതുകൊണ്ടല്ല, നാട്ടിലാണേലും ഒക്കെ ഇത് തന്നെയാണ്. ഓക്കെ, ഇത് പുതിയതാണ് കേട്ടോ, പുതിയത് വാങ്ങിയാണ്. ലോറിയലിൻ്റെ ഈ ഒരു സിറം. ഞാൻ ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും വരുന്നത് ഇതിലേക്ക് തന്നെയാണ്. അത്രയും അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറം, ഈ ഒരു ഹെയർ സിറം പ്രത്യേകിച്ച് അറിയാലോ, മുടി ഈ ഒരു ഫ്രസിനെസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടൊരു ഹെയർ സിറം മസ്റ്റാണ്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഡെയിലി യൂസ് ചെയ്യുന്നില്ലെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹീറ്റ് കൊടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് വേറെ യൂസ് ചെയ്തതിൽ നല്ലതായിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ. ഈ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ്, ബി ബ്ലെൻഡിൻ്റെ. ഇത് നല്ലതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്. നല്ല ഫ്രേഗ്രൻസ് ആണ് കേട്ടോ, നല്ല മണമാണ്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മേക്കപ്പ് പ്രോഡക്റ്റ്സ് അങ്ങനെ ഒന്നുമല്ല. ഇത് ബേസിക്കായിട്ട് എനിക്കിവിടെ വന്നിട്ട് നല്ല യൂസ്ഫുള്ളായി തോന്നിയ, കാരണം പലതും ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ കാണിച്ചത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.